കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു. ടോട്ടൽ 4 കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അതിൽ ആദ്യത്തേത് 2 kg നട്ടി ബബിൾസ് കേക്കായിരുന്നു. രാവിലെ 10 മണിക്കാണ് അത് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ കേക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിന് ശേഷം 1 kg ടോൾ കേക്കായിരുന്നു. ഉള്ളിൽ ചോക്ലേറ്റ് ഫ്ലേവറും പുറമെ കസ്റ്റമർ അയച്ചു തന്ന ഒരു ഡിസൈനും ആയിരുന്നു. എൻ്റെ സ്കൂളിലെ ദൈവിക്ക് തന്ന ഓർഡറാണ് ഇത്. എൻ്റെ ദൈവിക്ക് ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ മോൻ പറഞ്ഞതുപോലെ തന്നെ ദേവിക്കിൻ്റെ അമ്മ തന്ന ഓർഡറാണ്. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയുടെ പിറന്നാളായിരുന്നു. അപ്പോൾ ഇതും കൂടി അവർ 4ാമത്തെ ഓർഡറാണ് എനിക്ക് തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിൽ. മോൻ്റെ ഫ്രണ്ട്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലിയിലായാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ആദ്യമൊക്കെ ടൈം പാസിന് വേണ്ടിയും കേക്കിനോടുള്ള ഇഷ്ടം കൊണ്ടുമായിരുന്നു കേക്ക് ഉണ്ടാക്കി തുടങ്ങിയത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കേക്ക് ഉണ്ടാക്കുന്നത് മോൻ്റെ 2ാം പിറന്നാളിനാണ്. അതിനുശേഷം കുറച്ച് റിലേറ്റീവ്സൊക്കെ ചോദിച്ചു തുടങ്ങി. പിന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ കേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലവറൊക്കെ നന്നായിട്ടുണ്ട്, 2 ടയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സെയിൽ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ദിവസം പോയി ലൈസൻസ് ആക്കുന്നതും കേക്ക് സെയിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതും. ഇപ്പോൾ ഏകദേശം 5 വർഷത്തോളമായി കേക്ക് ഫീൽഡിലേക്ക് വന്നിട്ട്. ഇതിൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. കേക്ക് ഡെലിവറിക്കായാലും സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാനായാലും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കേക്ക് സെയിൽ ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ടപ്പാ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. സ്റ്റാറ്റസ് ഇടാനായാലും എന്തൊരു കാര്യത്തിലായാലും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് എപ്പോഴും തരുന്ന ഒരു ഉപദേശമാണ് കേക്കിൻ്റെ വെയിറ്റ് കൂടിപ്പോയാലും ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഗ്ഗ് ആയാലും പൊടികളായാലും ഒക്കെ കൂടുതൽ എടുത്തിട്ടേ കേക്ക് ബേക്ക് ചെയ്യാറുള്ളൂ. അടുത്തത് ഒരു 1 kg സ്ട്രോബെറി കേക്കായിരുന്നു. അപ്പോൾ ഉള്ളിൽ സ്ട്രോബെറി ഫ്ലേവറും പുറമെ കസ്റ്റമർ തന്നെ അയച്ചു തന്ന ഒരു ഡിസൈനും ആയിരുന്നു. ഇത് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ചേച്ചി തന്ന ഓർഡറായിരുന്നു. അപ്പോൾ ഫോട്ടോക്കകത്തുള്ള ബണ്ണി ക്രീം വെച്ച് ചെയ്തതായിരുന്നു. ഞാനത് ഫോണ്ടനിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടി ഭംഗി തോന്നിയത് ഫോണ്ടനിൽ ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. ഫോണ്ടൻ്റെ വർക്കിൻ്റെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്താണ് കറണ്ട് പോയത്. അപ്പോൾ ഒട്ടും തന്നെ വെളിച്ചമില്ലാത്തത് കൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഫോണ്ടൻ്റെ വർക്ക് വരുന്ന കേക്കിൻ്റെ വീഡിയോ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഒട്ടുമിക്ക എല്ലാ ഫോണ്ടൻ ഫിഗേഴ്സും ഞാൻ ചെയ്യാറുണ്ട്. ബേബീസിൻ്റെ ആയാലും ടെഡി ബിയർ, എലിഫൻറ്റ്, ലയൺ എല്ലാ ഫിഗറും ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് നേരത്തെ ചെയ്ത് വെച്ച ടോളായിട്ടുള്ള ചോക്ലേറ്റ് കേക്കിലേക്ക് പ്രിൻ്റൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. യൂണിക്കോൺ തീമിലായിരുന്നു കേക്ക് വരുന്നത്. മുകളിൽ ഒരു റെയിൻബോയും യൂണിക്കോണും പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ബട്ടർഫ്ലൈ ആയിരുന്നു കസ്റ്റമർ അയച്ച ഡിസൈനിലുള്ളത്. അത് അതുപോലെ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ കേക്കിൻ്റെ കൂടെ തന്നെ ഒരു 3/4 കിലോ റാഫേലോ കേക്ക് കൂടി കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാത്തിൻ്റെയും വെയിറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 kg തന്നെ വെയിറ്റ് വരുന്നുണ്ടായിരുന്നു. എല്ലാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ.